Your timing was so wrong, and I just want to be found. And I've got the lines. Oh, it's brighter this time, this type of mind, this disguise. Oh, you talk, ooh, to me. Well, nothing's gonna hurt me with my eyes shut. I can see through them, I can see through them. I'm drawing pictures, I'm evading. I will not use them, I will not use them again. And it starts again. You come over with your friends, I don't wanna talk to them. All I really want is to start again. No. And I've got the lines, I've got the lines. Or it's brighter this time, this type of mind, this disguise. Who you talk, ooh, to me. Well, nothing's gonna hurt me with my eyes shut. I can see through them, I can see through them. And I am drawing pictures, I'm evading. I will not use them, I will not use them. 'Cause I wanna be bigger than life. Hurt you. 'Cause I wanna be bigger than life. Hurt you. And nothing's gonna hurt me with my eyes shut. I can see through them, I can see through them. And I am drawing pictures, I'm evading. I will not use them, I will not use them. No, nothing's gonna hurt me with my eyes shut. I can see through them, I can see through them. സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ എനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഹരവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആകാശവും ഭൂമിയും ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാമമായ ദൈവമേ നീ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ മേൽ കരുണ ദൈവമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ
Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. നമ്മുടെ ഇവരുടെയും പ്രിയപ്പെട്ട വർഗീസ് ചാത്തുരുത്തിയുടെയും പ്രിയപ്പെട്ട തനിഷ മറിയം എബ്രഹാമിന്റെയും വിവാഹത്തിനായി വന്നു ചേർന്നിട്ടുള്ള എല്ലാവരും ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കണമേ എന്ന സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. വിവാഹ കൂടാശയിൽ ദേവാലയത്തിനുള്ളിൽ നിന്ന് പ്രാർത്ഥനയോടെ സംബന്ധിപ്പാൻ തക്കവണ്ണം ഏവരും ശ്രദ്ധിക്കുമല്ലോ. ഈ ദേവാലയത്തിന് ഈ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട കെ കുര്യാക്കോസ് അച്ഛൻ, KM കുര്യാക്കോസ് അച്ഛൻ, അതുപോലെ തന്നെ കട്ടപ്പുറം ദേവാലയത്തിൽ നിന്നും മണവാട്ടിയുടെ ബന്ധുമിത്രാദികളായി വന്നിട്ടുള്ള എല്ലാവരെയും കൊരട്ടി സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് ദേവാലയത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ആരംഭവും ആനന്ദത്തിൻ്റെ പൂർത്തീകരണവും നിന്നോട് കൂടെയും നീ മുഖാന്തരവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സ്വർഗങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സരന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. പാപങ്ങളിൽ നിന്ന് മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. സന്തോഷവും കൊണ്ട് തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും മായിക്കണമേ. നിന്റെ രക്ഷയും ആനന്ദവും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ളതിൻ്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. ദൈവത്തിന്റെ കൈകൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല.
ഈ മോദനങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ.
അപകമായി ഇവരെ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ ഈ മണവറയുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇവരെമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുൻപാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കണമേ. ഇവർ നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകെ നിന്ന് ഇടപെടാതെ നിന്റെ പരിശുദ്ധമായി ശ്രദ്ധിക്കുവാനാകണമേ. എപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ സമർപ്പിക്കുവാനാകണമേ. ഈ മോദങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ സമയങ്ങളിലെ സ്ഫൂർത്തികൾക്കായി പിതാവിനെയും പുത്രനെയും ജീവനുള്ള പരിശുദ്ധമായ നാമത്തിൽ ഈ മോദങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. Oh
കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ വശീകരണത്തിന് പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന മോദനങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാടിയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോദനങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയും ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെളികൾ മുദ്രകൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും സഹോദരന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശോഷാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാടിയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമാർഗത്തെ വശമാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സമ്പന്നവസരവും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നൽകുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. വിവാഹ ശുശ്രൂഷയുടെ ആദ്യ ഭാഗമായ മോതിരം വാഴ്വിന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി കിരീടം വാഴ്വിന്റെ ശുശ്രൂഷയാണ്. ഈ ദമ്പതികൾ കർത്താവിന്റെ സന്നിധിയിൽ ദൈവം യേശു തമ്പുരാൻ
നമുക്ക് തന്നിട്ടുള്ള പുതിയ ജീവിത മാർഗത്തിൽ, വിവാഹ മാർഗത്തിൽ പൂർണ്ണരായി ജീവിക്കാൻ തക്കവണ്ണം ഇടയാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, വിവാഹ കൂദാശയിൽ ഈ കൂദാശയുടെ ആദിയോടന്തം സഭയും മണവാളനും സഭയുടെ മണവാളനായ യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണ്, അപ്രകാരമായിരിക്കണം സഭയിൽ ദമ്പതികളുടെ ബന്ധമെന്ന് ദൃഷ്ടാന്തമായി ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിൽ നമ്മൾ പാടുന്ന പൊക്കോയോയുടെ പാട്ടിൽ സഭയോടും തന്നെ 3 കോട്ടകൾ ചുറ്റുന്നു എന്നുള്ള ഒരേ ഒരു ആശംസ മാത്രമാണ് ഈ പ്രിയപ്പെട്ടവരോട് പറയുവാൻ. നമ്മുടെ ഈ പാട്ടിൽ നമ്മൾ പാടും, സഭ ഓതുന്നു എന്നെ 3 കോട്ടകൾ ചുറ്റുന്നു. ആ 3 കോട്ടകൾ നമുക്കറിയാം. പരിശുദ്ധ സഭയുടെ അടിസ്ഥാന വിശ്വാസമായ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 കോട്ടകളാൽ ചുറ്റുന്നു. അവിടെ ദുഷ്ടൻ പ്രവേശിക്കുകയില്ല എന്ന് പാട്ടിൽ പാടുന്നു. അവിടെ ദുഷ്ടൻ പാർക്കുകയില്ല എന്ന് പാടുന്നു. ഇവിടെ നമുക്ക് ഈ മണവാളന്റെയും മണവാട്ടിന്റെയും ജീവിതത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന ഈ കോട്ടകൾ നിങ്ങളുടെ ജീവിതത്തെ ചുറ്റട്ടെ. ആ കോട്ടകളാൽ നിർമ്മിതമായിരിക്കുന്ന മതിലുകളാൽ നിർമ്മിതമായിരിക്കുന്ന കോട്ടയ്ക്കുള്ളിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ സമർപ്പിക്കുമ്പോൾ അവിടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. അവിടെ ദുഷ്ടൻ അടുക്കുകയില്ല. ദൈവം വിഭാവന ചെയ്ത ജീവിതത്തിന് മുകളിലായി എന്താണ് ദൈവം വിഭാവന ചെയ്ത് നമ്മൾ വായിക്കാൻ പോവുകയാണ്. ഒരു ശരീരമായി തീരും, ഒരു ഏകമായി തീരും. പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെ സ്നേഹത്തിനൊന്നായിരിക്കുന്നു. അവർ 3 ആളത്വമാണ്, ഏകമാണ് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ഈ ദമ്പതികളും ഒന്നായി തീരുന്ന അനുഭവമാണ് പുത്രൻ തമ്പുരാൻ നമുക്ക് പറഞ്ഞു തന്നത്. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ കാണുന്നത് പോലെയുള്ള വിവാഹ സങ്കല്പം അല്ലായിരുന്നുവല്ലോ ഉണ്ടായിരുന്നത്. ആ കർത്താവ് നമുക്ക് പറഞ്ഞു തന്നത് എന്നേക്കുമായി ആദിയിൽ മനുഷ്യനെ എങ്ങനെയാണോ ദൈവം സൃഷ്ടിച്ചത്, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അവരെ എങ്ങനെയായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ട് പെണ്ണിനെ പങ്കാളിയെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. എന്ന് പറയുന്നത് പോലെ ഈ ഒരുമിപ്പിക്കൽ എന്നേക്കുമായിട്ടുള്ളത്, അതാണ് കർത്താവ് സഭയ്ക്ക് നൽകിയ ഏറ്റവും പുതിയ കൗതാശികമായ ജീവിതത്തിന്റെ, വിവാഹ ജീവിതത്തിന്റെ കൗതാശികമായ മാനമെന്ന് പറയുന്നത്. ഇനി ഇവരിത് പിരിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്നേഹത്തിലൊന്നായിരിക്കുന്നത് പോലെ തന്നെ ഈ ദമ്പതികളും സ്നേഹത്തിൽ ഒന്നായിരിക്കുന്ന ആ ഒരു അത്ഭുതം. അതുകൊണ്ടാണ് കൃപ ലഭിച്ചവർക്ക് മാത്രമാണ് ഈ വരം ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ ആ കൃപാവരത്തിന് പുറത്ത് ജീവിക്കുവാനെ കൊണ്ട് സഭ ആരെയും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട വർഗീസ്, അനിഷ ദമ്പതികൾക്ക് വേണ്ടി കർത്താവ് വിഭാവന ചെയ്ത ആ ജീവിതം, അപ്പൊ അത് എടുത്തെടുത്ത് അണ്ടർലൈൻ ചെയ്ത് പറയുവാൻ കാര്യമുണ്ട്. നമുക്കല്ലാതെ ജീവിക്കാം. പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം, പുതിയ സമ്പ്രദായങ്ങൾ ലീഗലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിൽ നമുക്ക് ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം കർത്താവ് വിഭാവന ചെയ്ത വിവാഹ ജീവിതത്തിലില്ല. അതുകൊണ്ടാണ് ഇവര് എന്നേക്കുമായി ഇവർ വിവാഹം ചെയ്യപ്പെടുത്തി. വർഗീസിനും തനിഷയ്ക്കും മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനേ കഴിയില്ല, അല്ലെങ്കിൽ പാടില്ല. അപ്പോൾ ദൈവം നൽകിയ സഭയ്ക്ക് മുമ്പാകെ, ഏവെങ്കിലിന് മുമ്പാകെ, ഈ സമൂഹത്തിന് മുമ്പാകെ നിങ്ങൾ ഒന്നായി തീർന്നിരിക്കുന്നു. അത്ഭുതകരമായി ഒന്നായി തീരുക. അത് ദൈവത്തിന്റെ കൃപയാണ്. Bye.
ഈശോ ശരീരത്തിന്റെ രക്ഷിതാവാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിയയ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിയ തന്റെ സഭയെ സ്നേഹിക്കുകയും അവിടെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതാവൾ കരയോച്ചോ മറ്റു കുറവുകളില്ലാതെ മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണെന്ന് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിയ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെ മാതാവിനെ വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിയയെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാണ് പറയുന്നത്. ഇപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും
തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, എന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. വായിക്കപ്പെടുന്ന വിശുദ്ധ ദൈവത്തിന്റെ വശങ്ങളെ അറിയിക്കുന്നേ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലങ്ങളിൽ ഇവയൊക്കെ ഇപ്രകാരം സംഭവിച്ചു. യേശു ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അവരെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷണാർത്ഥം പ്രീഷന്മാർ അടുത്ത് ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവനോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവാണ് പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയമായിട്ട് നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റമുണ്ടെന്നാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റു വ്യക്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യനിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ചരുൾ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. മകുടം ഘോഷമിറങ്ങുന്നു മണ്ഡപാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. Bye.
Shubha Chinnam Tam Sriva
മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവന് യഥാർത്ഥമായ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്ത് കൈ വന്ന് നിങ്ങളെല്ലാം വസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടി നിന്ന് ആകൽക്കരസാടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂരിയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമിയിൽ പാതിപ്പിക്കുന്ന സർവഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആദരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാടുകകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ പാപങ്ങളും കടങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരയറ്റാം. ഭവനത്തെ സന്നിധരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്.
ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്ഥാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ധരവേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ദീപമേശയുടെയും സ്ലീവായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാവുന്നവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളു. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കും. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ കൊടുക്കണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർദ്ധിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കൊടുപ്പാൻ കൊടുക്കണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടമപ്പെട്ടവളാവുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവത്തിൻ്റെ ഏകപുത്രനും സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി മനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശ്വമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലടിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസമായി എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനോടുകൂടി മരിച്ചുപോയി ലഭിക്കുവാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇടവകയുടെ സമാനമായി ദൈവവചന പടങ്ങിയ വിശുദ്ധ വേദപുസ്തകം ഇടവകയുടെ അംഗകൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട പുതിയ കുര്യാക്കോസ് ദമ്പതികൾക്ക് നൽകുന്നു. വിവാഹ കൂദാശയിൽ സംബന്ധിച്ച ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കെ കുര്യാക്കോസ്
തീർന്നിൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തിന്നൽ സത്യമാണാളാ നീതി ഞാൻ നാഥ ഞാൻ നിൻ മണവാട്ടി നീയാണിൻ തണലും താങ്ങും ചെയ്യണമെന്നോട് കാരുണ്യം It's just another night, and I'm staring at the moon. I saw a shooting star and thought of you. I sang a lullaby by the waterside and knew if you were here, I'd sing to you. You're on the other side as the skyline splits in two, miles away from seeing you. But I can see the stars from America. I wonder, do you see them too? So open your eyes and see the way our horizons meet, and all of the lights will lead into the night with me. And I know these scars will bleed, but both of our hearts bleed. All of these stars will guide us home. I can hear your heart on the radio. It beats. They're playing Chasing Cars, and I thought of us. Back to the time you were lying next to me. I looked across and fell in love, and so I took your hand back through Lambeth streets and knew everything led back to you. So can you see the stars over Amsterdam? Hear the song my heart is beating to. So in the middle part of the we have the grand entry of the family and the couple. So
ഫേസിലുള്ളവരെ നമുക്ക് മനസ്സിലാവും. ഇനി മുതൽ ലൈഫിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി കൂടി കിട്ടിയിരിക്കുകയാണ്, ഒരു ബെറ്റർ ഹാഫ്. അതിനുള്ള സന്തോഷം നേരെ നിൽക്കുമ്പോൾ എനിക്കറിയാം ഇവിടെ വന്നിരിക്കുന്നവർക്കൊക്കെ ഇവരെ ഏറ്റവും അടുത്തറിയാവുന്നതാണ്. പക്ഷേ ഈ ലൊക്കേഷനിൽ they are special. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ the groom and the bride. Let me introduce to you the handsome groom, Varghese Chakravarti, son of Mr. Cyril Philip and Ms. Rita Cyril, completed electronics and communication engineering and currently working as an engineer in Rapid Pack Engineering, Bangalore. The beautiful bride, Tanisha Mohammed AB, daughter of Mr. A.B. Abraham and Mrs. Suja A.B., completed Masters in Commerce and later worked at an accountant in Dubai, presently working as a GST consultant. So without any further ado, let me introduce to you the beautiful couple and for the very first time as husband and wife. Benny! Alright. നമ്മൾ ഇങ്ങനെ സന്തോഷിച്ചാൽ നമ്മളോടൊപ്പം ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതിൽ മാത്രമല്ല എൻ്റെ ലൊക്കേഷനിൽ ഹാപ്പി ആയിട്ടുള്ളത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പേരെ കൂടിയുണ്ട്. അവരെ കൂടി ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ മാത്രമാണ് ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവുള്ളൂ, ഈ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആവുള്ളൂ. ഒത്തിരി സ്നേഹത്തോടെ ഇതിൻ്റെ എന്താണ് അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ചിട്ടുള്ള ഇവിടെ ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഹാൻഡ്സം ഗ്രൂപ്പ് വയസ്സിന്റെ ഫാമിലി മെമ്പേഴ്സിനെയാണ്. ഗ്രൂപ്പിന്റെ ഫാദർ Cyril Philip, retired from Polar Child Fish Show and mother is Rita Cyril, she is homemaker. ഒത്തിരി സ്നേഹത്തോടെ പപ്പയും മമ്മിയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. കൈ പിടിച്ച് രണ്ടുപേരും വേദിയിലോട്ട് ഒന്ന് ജോയിൻ ചെയ്യാം പ്ലീസ്. Also blessed with two brothers. Let me call for the stage to Viewer Chakravarti working in a Polar Child Fish Show. Married to Mrs. Leslie Viewer. ഒത്തിരി സ്നേഹത്തോടെ ചേട്ടനെയും ചേച്ചിയെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കൈ പിടിച്ച് വേദിയിലോട്ട് ജോയിൻ ചെയ്യാം പ്ലീസ്. അതോടൊപ്പം തന്നെ നമ്മുടെ ലിറ്റിൽ ക്യൂ ലിറ്റിൽ ഡോക്ടർ ക്രിസ്റ്റീൻ വേദിയിലോട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു Joseph Chakravarti, working as marketing executive in Savio Private Limited, married to Ms. Shilpa Joseph, and she is studying CMA. ഒത്തിരി സ്നേഹത്തോടെ ചേച്ചിയും ചേട്ടനെയും വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നത്. നിങ്ങൾ കൈ പിടിച്ച് വേദിയിലോട്ട് ഒന്ന് ജോയിൻ ചെയ്യാം പ്ലീസ്. എല്ലാവരും കൈ next to side of the like you see to complete our ഇതിന്റെ സ്വാഗതം ചെയ്യുന്ന beautiful bride and family members are bride father was able to have 23 years of glorious service in Indian Air Force and retired as a junior warrant officer after the joined in Sea Battle Eaton working as a cash officer in Dubai. Mother was a Suja A.B., she is a homemaker. ഒത്തിരി സേവനം ഭാവി മാമയും വീടിനോട് സ്വാഗതം ചെയ്യുന്നു. ഞാൻ വളരെ വെച്ച് വീടിനോട് ഒന്ന് ജോയിൻ ചെയ്യാം. Beautiful couple again on the stage. Lady. Mr. Nitin A.B. doing BSc Nursing at St. Thomas College, Calcutta. ഒത്തിരി സേവനം handsome brother on the stage. About your family and a happy family together for purpose you can take a happy family picture and the station on the surface of the mark. So now it's a family picture.
വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാളെ ഇനിയുള്ളിനുള്ളിൽ നീലരാവിലായി നറുവെള്ളിത്തിങ്കൾ നാളമായിടാൻ മഴ തുള്ളിച്ചാടും പോങ്കിനാവിലേ ഒരു പുള്ളിക്കുയിലിൻ നീണമായിടാൻ അടുത്തൊരു മായാ ചിരി തൂങ്ങി തൊടുത്തൊരു പൂവില്ലേ അടുത്തൊരു മായാ ചിരി തൂങ്ങി തൊടുത്തൊരു പൂവില്ലേ പോയൊരു നാടുകളായിരം നോവുകൾ നീന്തിയ മാനസമാകെയുമെന്നൊരു മാമയിലാടണ പൂവനിയാക്കിയതാരുടെ പാട്ടിലെ മോഹന സാന്ത്വനമേ ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാളെ പറയാതെ വന്നിൻ ജീവനിൽ നിറമേകി അറിയാതെ മറുപാതിയായ എന്നുള്ളിൽ നീ പടരുന്നു മായാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായേ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി എന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ പതിവായി നീ എന്നെന്നും ഈ നിറയുന്നു നിലവാകെ പകലാകെയുള്ളം തുള്ളുമീ മുഖമൊന്നു കാണാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായി നീ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി എന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ
നമ്മളിട പിരിയുക വയ്യാതൊന്നു ചേർന്നില്ലേ, തമ്മിലറിയുന്നേ വാക്കുതിരയാതെ, കണ്ണുകളും ഒരു ചെറു ചിരിയാൽ ഇന്നു മിണ്ടുന്നേ. കിനാവിൻ 100 മോഹങ്ങൾ നിനക്കായി കാത്തുവെച്ചു ഞാൻ, തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേവാ, പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകേവാ. പതിവായി നീ എന്നെന്നും ഈ നിറയുന്നു നിനവാകെ, പകലാകെയുള്ളം തുള്ളുമീ മുഖമൊന്നു കാണാതെ, നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായി നീ മണ്ണിലായി നീ വാ, തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേ വാ, പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ. You're my sunshine, you're my moonlight, you are stars in the sky. Come with me now, you have my desire. Vendiya, Vandaya, Araja. பக்கமிருந்தால் கெட்டுப்போவேன், தள்ளியிருந்தால் நல்லவனாவேனே. உன் புன்னகை என்னை கொய்வது பொய்யாமை, என்னை மென்மை செய்வது மெய்யா. ஆராத்யா என் ஆராத்யா, என் இதய துணிவியே ஆராத்யா. ஆராத்யா என் ஆராத்யா, தலைவியின் தலைவியே ஆராத்யா. அதோடு நான் சொன்ன ஓர் சொல்வும் தோல்விந்து உன் மார்பில் உடைகின்றதோ. மார்போடு நான் தந்த ஓர் முத்தம் மேலேறி மோட்சங்கள் அடைகின்றதோ. சொல்வாயா செய்வாயா, கொல்வாயா உயிர் தந்து மீண்டும் கொள்வாயா. ஆராத்யா என்
கார்த்திகன் நான் என்று தெய்வங்கள் பொய் என்று நீ தோன்றும் முன் நம்பினே. புன்னகை என்னை கொய்வது பொய்யா, மெய்யனை மென்மை செய்வது மெய்யா. ஆராத்யா என் ஆராத்யா, என் இதய துணைவியே ஆராத்யா. ஆராத்யா என் ஆராத்யா, தலைவியின் தலைவியே ஆராத்யா. நீயும் நானும் சேர்ந்தே செல்லும் நேரமே, நீலம் கூட வானில் இல்லை எங்கும் வெள்ளை மேகமே. போக போக ஏனோ நீளும் தூரமே, மேகம் வந்து போகும் போக்கில் தூரல் கொஞ்சம் தூரமே. நச்சம் ஆசை எல்லாமே தள்ளி போகட்டும், இந்த இன்பம் துன்பம் எல்லாமே உன்னை சேரட்டும். நான் பகல் இரவு, நீ கதிர் நிலவு, என் வெயில் மழையே உன் கொடை அழகு. நான் பகல் இரவு, நீ கதிர் நிலவு, என் உறக்கங்களில் ஒளியில்லா உலகத்தில் இசையாக நீயே மாறி காற்றில் வீசினாய், காதில் பேசினாய். மொழியில்லா மௌனத்தில் விழியாலே வார்த்தை கோர்த்து கண்ணால் பேசினாய், கண்ணால் பேசினாய். 100 ஆண்டு உன்னோடு வாழ வேண்டும் மண்ணோடு, பெண் உனை தேடும் எந்தன் வீடு. நான் பகல் இரவு, நீ கதிர் நிலவு, என் வெயில் மழையே உன் கொடை அழகு. நான் பகல் இரவு, என் உறக்கங்களில் நீ முதல் கனவு. நீ வேண்டுமே இந்த பிறவியை கடந்திட, நீ
जब सांसें भरती हूँ तेरे दिल की गलियों से मैं हर रोज गुजरती हूँ। हवा के जैसे चलता है तू, मैं रेत जैसे उड़ती हूँ। कौन तुझे यूँ प्यार करेगा जैसे मैं करती हूँ। तुझ पे ही आके रुके, कहने को बाकी है क्या, कहना था जो कह चुके। मेरी निगाहें है तेरी निगाहों पे, तुझे खबर क्या बेखबर। मैं तुझसे ही छुप छुप कर तेरी आँखें पढ़ती हूँ। कौन तुझे यूँ प्यार करेगा जैसे मैं करती हूँ। தினமே காத்திருக்கிறோம், கைகள் தொடவே காத்திருக்கிறோம், இதயம் தரவே காத்திருக்கிறோம், இதழ்கள் படவே காத்திருக்கிறோம். அவளுக்கென புதிதாய் மாறினோம், அவளுக்கென கவிதை உளறினோம், அவளுக்கென கடல்கள் தாண்டினோம், அவளுக்கென விழித்தே தூங்கினோம், அவளுக்கென வலிகள் தாங்கினோம், அவளுக்கென வாழ்ந்தே பழகினோம், அவளுக்கென அவளோ இங்கு இல்லை, நானோ அங்கு இல்லை, இருப்பினும் ஏதோ ஒன்று ஆகுதே. அவளோ இங்கு இல்லை, நானோ அங்கு இல்லை, ஆனால் உள்ளே ஏதோ ஒன்று தோன்று.